അറിയില്ല നീ. ആ വെട്ട് വെട്ട് കളിക്കടോ. SI ആണോ? മിലിറ്ററി അച്ചായനായിരുന്നോ? ഇതെന്നാ പോലീസ് ജീപ്പില്? പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. പുതിയ SI വരുന്നെന്ന് കേട്ടു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനായിരിക്കും. ആസ്മാൻ കെ നീച്ചെ പോലീസ് കാ നാം സുനത്തോ. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാ മോട്ട വിലകളൊക്കെ വേണല്ല. കളിക്കാം. ഈ പോസ്റ്റ് ഓഫീസ് ഇത് ചായക്കട. മനസ്സിലായില്ല. ഈ പോസ്റ്റ് ഓഫീസേ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന. ഓ ഡാക്ടർ അല്ലേ, അത് മനസ്സിലായി. ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ചീരം കണ്ടത് വീട്ടിൽ നിന്ന് മാരി ചെയ്തിരിക്കുന്നു. ഓ മിസ്റ്റർ ജോർജ് കുട്ടി. എങ്ങനെ മനസ്സിലായി? അറിയാം, ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കുന്നു. അല്ല, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ. അല്ല, പോസ്റ്റ് ഓഫീസ് ഒരു 2 കട അങ്ങോട്ട് കടന്ന് വലത്തോട് തിരിഞ്ഞാ മതി. ഓക്കെ. പിന്നെ അത് കണ്ട പോസ്റ്റ് ഓഫീസ് ആണ് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാസ്റ്റർ കൃഷ്ണൻ നായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അല്ല, ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്കാൻ വിരോധമില്ലല്ലോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അന്തരായി വെൻ ഐ വാസ് ഇൻ ആർമി, ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ? സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഭീകരന്മാരായിരിക്കും അല്ലേ? ആളുകളുടെ ജോലിയാണല്ലോ. ഭാസ്കര ഒരു ജയ് ജവാൻ ജയ് കിസാൻ. കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇവൻ. അച്ചായോ വേണ്ട വേണ്ട, ഒരു തമാശ പറഞ്ഞല്ലേ. സോറി, ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ. കൊടുക്കണ കൈ. ഹലോ. വളരെ സന്തോഷം. വെറും സുഗതനല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തെരേസന്റെ സ്വന്തം നാടക കമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ. നിന്റെ അപ്പന്റെ 16ാം അടിയന്തരം, അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. തമാശ തമാശ. മോനെ, നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മോനെ, കുവൈറ്റിലേക്ക് എണ്ണ കേട്ടല്ലേ കേട്ടാ. മാസ്റ്റർ അച്ചായോ, എന്തുവാടാ? നമ്മുടെ ജോർജ് കുട്ടിയെ പുതിയ SI പൊക്കി. എടാ പരനാറി, നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എങ്ങനെ പ്രതീക്ഷിക്കാൻ, അതും ഈ വേഷത്തില്. കോളേജിൽ ഏറ്റവും വലിയ റൗഡിയായിരുന്ന നീ. ഏതായാലും നിനക്ക് പറ്റിയ പണി തന്നെ. ഇടിക്കൂടാ നീ? ഇടിക്കണ്ടെന്ന് കരുതിയാലും ചിലപ്പോ ഇടിച്ചു പോകും. അതിനുവേണ്ടി ചില പാർട്ടീസ് ഉണ്ട്. നീ എത്ര നാളെ ജോയിൻ ചെയ്തിട്ട്? അധികാലമൊന്നും ആയില്ല. പക്ഷെ ഇതെന്റെ 9ാമത്തെ സ്റ്റേഷനാണ്. അതെന്താ അങ്ങനെ? നമ്മുടെ ക്യാരക്ടറിന് ചിലതൊന്നും ഒത്തുവരില്ല. എനിക്ക് ബോധിച്ച പോലെയൊക്കെ ഞാൻ ചെയ്യും. അപ്പൊ ട്രാൻസ്ഫർ അടിച്ച് കൈ തരുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ എന്താ പരിപാടി? എന്താ സുധ? ഒന്ന് എളുപ്പം വന്നേ, നമ്മുടെ അച്ഛനെ SI പൊക്കി. ഈ പൗലോസ് എഴുതിയിരിക്കുന്ന ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുക? പൗലോസ് വേറെ ഒന്നും തോന്നൂലേ? ഒറ്റ നോട്ടത്തിലില്ല. 2ാമത്തെ നോട്ടത്തില് ചിലപ്പം പോലീസിന് തോന്നുന്നല്ലേ. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം. പറ്റിപ്പ് പാർട്ടിയല്ല. എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്. ഇത് കള്ളസത്യമല്ലേ സാറേ, സത്യമായിട്ട് സത്യം തന്നെയാണ്. എന്താണോ തന്റെ ഉദ്ദേശം? സാർ ഞാൻ പറയാം സാർ, ഇപ്പോഴത്തെ കാലല്ലേ, എപ്പോഴാണ് ബന്ദ് തുടങ്ങാന്നറിയില്ല. കഴിഞ്ഞ മാസം തന്നെ ടോട്ടൽ 29 ദിവസവും ബന്ധവും സ്ട്രൈക്കും ലാത്തി ചാർജും അടിപിടിയും തീവെപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അവസരത്തില് ഈ പോലീസിന് തോന്നിക്കുന്ന ജീപ്പ് ആയിട്ട് വീട്ടിലെത്തി കെട്ടിയോളി മക്കളെ കാണാലോ എന്നുള്ള ഉദ്ദേശം. എപ്പോഴും ഉദ്ദേശം നടക്കൂല. ചിലപ്പോ താൻ എത്തുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ സൗകര്യം ഇവിടെ അലുമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. മതി, തമാശ അധികം വേണ്ട.
ഇരിക്കെ. തന്റെ അടുത്തൊരു ശുപാർശയായിട്ട് വന്നതാ. എന്താണ്? ഈ മിലിറ്ററി അച്ചായൻ ഇയാൾ ആള് ഭയങ്കര ഫ്രോഡാണല്ലോടാ. പാവടാ, നിറക്കി ആ, താൻ ആ വണ്ടിയുടെ പേര് മാറ്റേ, വല്ല ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്. ओ, അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടിൽ കാണരുത്. ആ ചെല്ല്. मेरे गाड़ी उल्टा करके നിർത്തോ. നിർത്തി സാർ. ഞാനിത് ഓൾട്ടറേഷൻ ചെയ്ത് ഒരു സൈക്കിൾ വെച്ചോ മറ്റൊരു വാഹനം ആക്കിക്കോളാം സാർ. ആ മതി ചെല്ല്. പിന്നെ ഇനി വെയിറ്റ് ചെയ്യണ്ട, ഞാനൊരു 2 പാക്കറ്റ് പോച്ചായ. പോട്ടെ സാർ. പിന്നെ ആ പറ. അച്ചായനത് കണ്ടോ? കാലത്ത് 8:30 വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ 2-3 ചായയും 2 കുറ്റി പുട്ടും കറി വേറെ. കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. ആരാ? ദൂരെയെന്നാണ് തോന്നുന്നത്. ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പൊട്ടനാ. ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്? എന്റെ പേര് ആമപ്പറമ്പിൽ ആന്റോ. ഇവിടെ എന്താ? ഞാൻ ആ ചീരങ്കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ. എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട. ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം ഒളവാക്കരുതെന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക. അത് ശരി. അതെ, ആ. എന്റെ അമ്മച്ചി ചീരം കണ്ടെത്തിയാ ആഹാ. ഇത്തിച്ചന്റെ ഊത്തത്. ആ. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ഓ. ലവ് മാരേജ്. ആ, ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്. അതെ. അപ്പച്ചൻ മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തില. അയ്യോ. അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. ഉം. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഉം. ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ആ. ദേ ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചു തന്നതാ. ആഹാ. ദേ ഇത് എന്തിനായി കത്തി? എല്ലാം കുട്ടപ്പന്റെ ഐഡിയ. മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങലെന്നാ കുട്ടപ്പൻ പറയുന്നത്. ആ. എന്റെ വീതം ഇങ്ങ് തരുന്നോ? അങ്ങനെ വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. ആഹാ. ആ, പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. പോറേണ്ട വല്ല അവസരം വന്ന് ആയങ്ങ് പൂറിയേക്കണം. എന്റെ അമ്മച്ചിയുടെ അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചിക്ക് കിട്ടാനുള്ളതല്ലേ? മര്യാദക്ക് അതിങ്ങ് തരണമെന്നാണ് ഞങ്ങൾ പറയണത്. ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക. അതെ, പിച്ചാത്തിയായിട്ടോ? പിച്ചാത്തി കുട്ടപ്പൻ അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം ഇങ്ങ് തരാനാ പറഞ്ഞത്. റബ്ബർ വെട്ടാൻ നിന്നവനോട് ഒളിച്ചോടിപ്പോയ നിന്റെ അമ്മയെ അന്നെന്റെ കൈ കിട്ടിയിരുന്നെ കൊടുത്തു വിട്ടനെ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പെട്ടോള്. ഇറങ്ങി പോടാ. പോയി നിന്റെ തന്തയുണ്ടല്ലോ, അവനെയൊക്കെ പറഞ്ഞുവിട്, കൊടുത്തു വിടാം. ദേ, ചത്തു എന്റെ അപ്പനെ പറഞ്ഞുണ്ടല്ലോ. പറഞ്ഞാ നീ എന്നാ ഇവിടെ ചേറ്റപ്പട്ടി കത്തി കട. ഞാൻ പോവുകയല്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെന്നാ മതിയെന്ന കുട്ടപ്പൻ പറഞ്ഞത്. കുറ്റപ്പൻ ഇറങ്ങി വിടാ വലിയവനെ. താനെന്തിനാ പിടിക്കുന്നേ? കുട്ടപ്പനോട് പറഞ്ഞു കൊടുക്കേ. പോടാ പോടാ. നോക്കിക്കോ, ഇത് ഞാൻ വച്ചിട്ടുണ്ട്. കടുങ്കൈ അപ്പച്ചൻ കാണിക്കുന്നത്. അവർക്കും കൂടി കിട്ടേണ്ട സ്വത്താ വെച്ച് അനുഭവിക്കുന്നേ. അരുതാത്തത് ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട് നിന്റെ അപ്പച്ചൻ. കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നത് ഓർക്കപ്പുറത്തായിരിക്കും. അന്ന് മുതലും പലിശയും കൂട്ടി ഒരുപാട് കാണും.